മണ്ഡലത്തിൽ AK ശശീന്ദ്രന് തിരിച്ചടി. NCP ശരത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി PK ശശീന്ദ്രന് ക്ലോക്ക് ചിഹ്നം അനുവദിക്കരുതെന്ന AK ശശീന്ദ്രന്റെ ആവശ്യം അംഗീകരിച്ചില്ല. AK ശശീന്ദ്രൻ കാഹളം മുഴക്കുന്ന മനുഷ്യൻ എന്ന ചിഹ്നത്തിൽ മത്സരിക്കും. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും ക്ലോക്ക് ചിഹ്നത്തിലായിരുന്നു AK ശശീന്ദ്രൻ മത്സരിച്ചത്. കോഴിക്കോട് സൗത്തിൽ അഹമ്മദ് ദേവർകോവിൽ ബക്കറ്റ് ചിഹ്നത്തിൽ മത്സരിക്കും. PV അൻവറിനും TK ഗോവിന്ദനും ഗ്യാസ് സിലിണ്ടറാണ് ചിഹ്നം. G സുധാകരന് തെങ്ങിൻ തോപ്പ് ചിഹ്നമാണ് അനുവദിച്ചിരിക്കുന്നത്. ഷഹദ് റഹ്മാനും ആദിൽ പാലോടുമാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി ഷഹദ്, AK ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം NCPയുടെ ഔദ്യോഗിക ചിഹ്നം ലഭിക്കുന്നില്ല എന്നതാണ്. അഹമ്മദ് ദേവർകോവിലിന് ഗ്ലാസ് പോയി, ഇപ്പോൾ ബക്കറ്റ് കിട്ടുന്നു അല്ലേ? തീർച്ചയായിട്ടും AK ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം AK ശശീന്ദ്രൻ കഴിഞ്ഞ 3 തവണയായിട്ട് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ 3 തവണയായിട്ട് മത്സരിച്ചിരുന്ന ചിഹ്നമല്ല ഇപ്പോൾ ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. മറിച്ച് അതായത് അവരുടെ പാർട്ടി ചിഹ്നം തന്നെയായിട്ടുള്ള ഈ കാഹളം ഊതുന്ന മനുഷ്യൻ എന്നുള്ളതാണ് ചിഹ്നമായിട്ട് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ AK ശശീന്ദ്രൻ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട്, അതായത് 3 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് മത്സരിച്ചുകൊണ്ടിരുന്നത് ക്ലോക്ക് ചിഹ്നമാണ്. ആ ക്ലോക്ക് ചിഹ്നം കിട്ടിയില്ല എന്നുള്ളതാണ്. ഈ ക്ലോക്ക് ചിഹ്നം അനുവദിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. കാരണം ഇതിൽ ഈ നേതാക്കൾ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞിട്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഏറ്റവും ഒടുവിൽ അവിടെ മത്സരിക്കുന്ന മറ്റൊരു ശശീന്ദ്രൻ, അതായത് AK ശശീന്ദ്രന് പകരം അവിടെ PK ശശീന്ദ്രന് ക്ലോക്ക് ചിഹ്നം കിട്ടുകയും AK ശശീന്ദ്രന് ഈ കാഹളം ഊതുന്ന മനുഷ്യന്റെ ചിഹ്നം ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റു ചിഹ്നങ്ങളാണ് അല്പം മുമ്പ് വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് TK ഗോവിന്ദന്റെയും ചിഹ്നങ്ങളാണ്. കാലഘട്ടത്തിനനുസരിച്ചുള്ള ചിഹ്നമാണ് കേട്ടോ. ഗ്യാസ് സിലിണ്ടറാണ് ഇരുവർക്കും ലഭിച്ചിരിക്കുന്നത്. ഈ പാചകവാതക പ്രതിസന്ധിയൊക്കെ നേരിടുന്നതിനിടയിൽ സ്വാഭാവികമായും PV അൻവറിനും TK ഗോവിന്ദനും ഗ്യാസ് സിലിണ്ടർ ലഭിച്ചിരിക്കുന്ന കൗതുകമുണ്ട്. ആദിൽ പാലോട് കൂടി ചേരുകയാണ്. അതിൽ G സുധാകരന് തെങ്ങിൻ തോപ്പ് ചിഹ്നമാണ് അനുവദിച്ചിരിക്കുന്നത്. ഉറപ്പായും തെങ്ങിൻതോട്ടം ചിഹ്നമാണ് ചരിത്രത്തിൽ ഇതുവരെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ CPMന്റെ സ്ഥാനാർത്ഥിയായാണ് പല തവണ മത്സരിക്കുകയും 7 തവണ മത്സരിക്കുകയും 4 തവണ വിജയിക്കുകയും G സുധാകരൻ ചെയ്തതെങ്കിൽ ഇനി തെങ്ങിൻ തോപ്പിലേക്കാണ് സുധാകരന്റെ അനുയായികൾ വോട്ടിടേണ്ടി വരിക എന്നുള്ളതാണ്. UDF പാളയത്തിലെത്തി സ്ഥാനാർത്ഥിയാകുമ്പോൾ ആദ്യം ചോദിച്ചിരുന്നത് ഓട്ടോറിക്ഷ ചിഹ്നമാണ്. പക്ഷേ ഓട്ടോറിക്ഷ കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗത്തിന്റെ ചിഹ്നമായതുകൊണ്ട് തന്നെ അത് അനുവദിക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. രണ്ടാമത് ചോദിച്ചിരുന്നത് തെങ്ങിൻതോട്ടമാണ്. തെങ്ങിൻതോട്ടം BDJSന്റെ ചിഹ്നമാണ്. പക്ഷേ BDJSന് NDAയിൽ BJP മത്സരിക്കുന്നതിനാൽ ഇവിടെ നൽകുന്നതിൽ തടസ്സമില്ല എന്നാണ് കണ്ടത്. അങ്ങനെയാണ് ചിഹ്നം അനുവദിച്ച് തെങ്ങിൻതോട്ടം ചിഹ്നം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ CPMലെ G സുധാകരനെ അനുകൂലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ചിഹ്നമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്ഥിരമായി വോട്ടിട്ടുന്നവർ ഇനി G സുധാകരന് വേണ്ടി തെങ്ങിൻതോട്ടം ചിഹ്നത്തിൽ വോട്ടിടേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും തെങ്ങിൻതോട്ടം ചിഹ്നത്തിൽ വോട്ടിടണം എന്നുള്ള അഭ്യർത്ഥനയുമായി G സുധാകരൻ ഇനി ആളുകളിലേക്ക് കൂടുതൽ സജീവമാകാൻ പോകുന്നതാണ് അമ്പലപ്പുഴയിലെ കാഴ്ച. വിനീത, ശരി, ഏതായാലും RMP ഇപ്പോൾ ഒരു പരാതി ഉന്നയിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഫുട്ബോൾ ചിഹ്നം അനുവദിക്കാത്തതിൽ KK രമ ആവശ്യപ്പെട്ട ഫുട്ബോൾ ചിഹ്നം അനുവദിക്കാത്തതിൽ RMP ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുന്നു. രമ ആവശ്യപ്പെട്ടത് ഫുട്ബോൾ ചിഹ്നമാണെങ്കിലും അത് അനുവദിച്ചിട്ടില്ല എന്നുള്ള വിവരം കൂടിയാണ് വരുന്നത്. ആദിൽ പാലോടും ഒപ്പം ഷഹദ് റഹ്മാനുമാണ് വിശദാംശങ്ങൾ നൽകിയത്.